എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, കൊല്ലപ്പരീക്ഷ ഇങ്ങ് തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മള് കുറച്ച് കളിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ നന്നായിട്ട് അല്ലെ പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ നാം വസിക്കുന്ന ഭൂമി എന്നുള്ള ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ആ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടീച്ചർ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ, പക്ഷെ അതൊരു ചോദ്യമായിട്ട് എങ്ങനെ ഉത്തരം എഴുതും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ. എന്താ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലെ? ഒരു ചിത്രത്തിൽ നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏർത്ത് എന്ത് ചെയ്യാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിലെ എർത്ത് എന്താണ്? ഭയങ്കര ഹാപ്പിയാണ് അല്ലെ. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഈ ഒന്നാമത്തെ ചിത്രം നോക്കുമ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ എർത്ത് ഇങ്ങനെ കരയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് ഇത്ര വിഷമം വരുന്നത്? നിങ്ങൾ ആ ഭൂമിയുടെ ചുറ്റും എന്താ ഉള്ളത് എന്നൊന്ന് നോക്കിയേ. കുറേ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെയാണല്ലേ ഉള്ളത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലോ നിങ്ങൾക്ക് എന്താ കാണാൻ വേണ്ടി പറ്റുന്നത്? കുറേ ചെടികളും പൂക്കളും ഒക്കെയാണല്ലേ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഭൂമിയെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഭൂമിയിലെ കുറേ സ്ഥലങ്ങളിലെയും കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും? ഒരുപാട് തരത്തിലുള്ള വേസ്റ്റുകൾ കാണാം അല്ലെ. നിങ്ങൾക്ക് പല ആളുകളും എന്ത് ചെയ്യും? ഭൂമിയിലെ നമ്മൾ എല്ലാവർക്കും വേസ്റ്റുകളൊക്കെ ഇട്ടുവെക്കാൻ സാധാരണ ബാസ്ക്കറ്റുകളൊക്കെ ഉണ്ട് അല്ലെ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് മണ്ണിലേക്ക് വലിച്ചെറിയും അല്ലെ. ഇങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ? വലിയ തെറ്റ് തന്നെയാണ് അല്ലെ. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഭൂമിക്ക് എന്ത് ചെയ്യും? ആകെ വിഷമാവും അല്ലെ. ഭൂമിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ ഭൂമി അല്ലെ വലിയ സന്തോഷത്തിലാണല്ലേ. കാരണം എന്താ? അവിടെ കുറേ വനങ്ങളുണ്ട്, കുറേ പൂക്കളുണ്ട് അല്ലെ, കുറേ ചെടികളുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള ചെടികളൊക്കെ നമ്മളിങ്ങനെ വെട്ടിമാറ്റി പകരം കുറേ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമിക്ക് വിഷമാവത്തില്ലേ? വിഷമാവും അല്ലെ. അപ്പൊ ടീച്ചറുടെ ഇന്നത്തെ ചോദ്യം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഭൂമിക്ക് വിഷമമാകുന്നത് അല്ലെ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് വിഷമം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അപ്പൊ ഭൂമിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ പരിസരം മലിനീകരണമാകാനും കാരണമാവും അല്ലെ. നമ്മുടെ പരിസ്ഥിതി മലിനപ്പെടാൻ കാരണവും കൂടി എന്താണ്? ഭൂമിക്ക് ഉണ്ടാകുന്ന ഇത്തരം വിഷമങ്ങളാണ് അല്ലെ. അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഭൂമി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം അല്ലെ. യു ഹാവ് ടു റൈറ്റ് ദ റീസൺസ് ഫോർ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. ഇപ്പൊ ചോദ്യം പിടികിട്ടിയോ? അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? പരിസര മലിനീകരണത്തെ കുറിച്ചല്ലേ ഒരു കുറിപ്പ് തയ്യാറാക്കണം. റൈറ്റ് എ നോട്ട് ഓൺ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പൊ പരിസര മലിനീകരണത്തിന് അല്ലെ കാരണമാകുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം പറയാം. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കല്ലോ. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പരിസര മലിനീകരണം ഉണ്ടാകുന്നത് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ചെറിയും അല്ലെ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പരിസര മലിനീകരണം ഏതൊക്കെ കാര്യങ്ങളായിട്ടാണ് നടക്കുന്നതെന്ന് നോക്കാം. പരിസരം എന്ന് പറയുമ്പോൾ അല്ലെ, നമ്മുടെ പരിസരത്ത് എന്തൊക്കെയുണ്ട്? എയർ ഉണ്ട് അല്ലെ, വായു ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ ഉണ്ട് അല്ലെ, വാട്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളമാണ്. അതേപോലെ തന്നെ എന്തുണ്ട്? സോയിൽ ഉണ്ട് അല്ലെ. സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണാണ്. അപ്പൊ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, സോയിൽ ഉണ്ട്. ഈ മൂന്നാളുകൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ മണ്ണിൽ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് ഇടുമ്പോ മണ്ണ് എന്ത് ചെയ്യും? മലിനപ്പെടത്തില്ലേ? നമ്മുടെ സോയിൽ പൊല്യൂട്ടഡ് ആവത്തില്ലേ? ഡംപിങ് ഓഫ് ഗാർബേജ് അല്ലെ. ഡംപിങ് ഓഫ് ഗാർബേജ് എന്തിനു കാരണമാവും? സോയിൽ പൊല്യൂഷന് കാരണമാവുന്നുണ്ട് അല്ലെ. അടുത്തത് നോക്കിക്കേ, വാട്ടർ, വെള്ളം അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറികളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും? മലിനമായിട്ടുള്ള ജലമൊക്കെ എന്ത് ചെയ്യും? ഇതുപോലത്തെ വാട്ടർ റിസോഴ്സുകൾ കൊണ്ടുപോയി ഒഴുക്കി വിടും അല്ലെ. അതും എന്താണ്? മലിനീകരണത്തിന് കാരണമാണ് അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ, എയർ അല്ലെ. എയർ, വായുവും എന്ത് ചെയ്യുന്നുണ്ട്? മലിനമാകുന്നുണ്ട് അല്ലെ. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം? ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ ഒന്നുകൂടെ നോക്കാം അല്ലെ. നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ? ഒരു വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട് അല്ലെ. ദർ ആർ പ്ലെന്റി ഓഫ് ബോട്ടിൽസ് ഇൻ ദി
വാട്ടർ. ഇത് എന്ത് പൊല്യൂഷൻ ആണ് എന്നാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഇത് എന്ത് പൊല്യൂഷൻ ആണ്? സോയിൽ ആണോ, എയർ ആണോ, വാട്ടർ ആണോ? ഇത് വാട്ടർ പൊല്യൂഷൻ ആണ് അല്ലേ? വാട്ടർ പൊല്യൂഷൻ ആണ്, വാട്ടർ പൊല്യൂഷൻ ആണ്. അടുത്തത് നോക്കിക്കേ, ഇവിടെ എന്താണ്? ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട് അല്ലെ? അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുക വരുന്നുണ്ട് അല്ലെ? ഈ പുക എവിടെ എത്തുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെ? അവിടെ എന്താ ഉള്ളത്? എയർ ഇല്ലേ? അപ്പൊ ഇത് എന്ത് ടൈപ്പ് പൊല്യൂഷൻ ആണ് മക്കള് പറ? എന്താണ്? എയർ പൊല്യൂഷൻ അല്ലെ? എയർ പൊല്യൂഷൻ ആണ്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കുറിപ്പ് തയ്യാറാക്കാൻ മറക്കരുത്. ഇതെന്താണ്? വായു മലിനീകരണമാണ് അല്ലെ? ഇവിടെ എന്താണ്? വെള്ളമാണ് അല്ലെ? വെള്ളമാണ് ഇവിടെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഈ ചിത്രങ്ങളിൽ നോക്കിയേ നിങ്ങള്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫാക്ടറികളിൽ നിന്നല്ലേ കുറേ പുക ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? മാത്രല്ല സോയിൽ എന്ത് ചെയ്യാണെന്ന് നോക്കിക്കേ നിങ്ങള്. ഇവിടെയുള്ള ചെടിയൊക്കെ എന്ത് ചെയ്യാണ്? നശിപ്പിച്ച് കളയാണ് അല്ലെ? ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ് അല്ലേ? അപ്പൊ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെ ഇതൊക്കെ എഴുതേണ്ടേ? അപ്പൊ ടീച്ചർ പറഞ്ഞ പോയിന്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് മക്കളെല്ലാവരും എന്ത് ചെയ്യുക? നല്ല നല്ല കുറിപ്പുകൾ തയ്യാറാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കല്ലേ ഈ കുറിപ്പിന്റെ അവസാനം ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കാം അല്ലെ? അവർ എർത്ത് വി മസ്റ്റ് പ്രൊട്ടക്ട് ഇറ്റ് അല്ലെ? നമ്മുടെ ഭൂമിയാണ്, നമ്മൾ തന്നെയാണ് അല്ലെ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും അല്ലെ, ഇനി വരുന്ന തലമുറയായിട്ടുള്ള നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ ഇങ്ങനെ എന്ത് ചെയ്യരുത്? മലിനമാക്കരുത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി ചേർക്കുക അല്ലെ? അത് എഴുതിയാൽ മാത്രം പോരാ, നമ്മൾ അത് എന്ത് ചെയ്യണം? മനസ്സിലേക്കും കൂടെ എടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പൊ എന്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.